Hallo, guten Morgen. Guten Morgen. Ja, guten Morgen, Gia. Wie geht's? Sehr gut. Okay, Gia, let's wait for 2 minutes. Let everyone join, okay? Okay, ma'am. Okay, guys, let's start. So, yeah, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടൈം ആയിരുന്നു അല്ലെ. അതായത് നമ്മൾ ഫോർമൽ ആയിട്ട് എങ്ങനെയാണ് ജർമ്മനിൽ നമ്മൾ ടൈം പറയുന്നത് എന്നുള്ളത്. സോ അത് ക്ലിയർ ആയിരുന്നു. Yes, ma'am. സോ നമുക്ക് ഫോർമൽ ആയിട്ട് മാത്രമല്ല ഇൻഫോർമൽ ആയിട്ടും നമുക്ക് ജർമ്മനിൽ ടൈം വരുന്നുണ്ട്. സോ ഇനി നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇൻഫോർമൽ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ടൈം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, okay guys, is the screen visible? Yes, ma'am. Yeah. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ 6 വേർഡ്സ് കാണാൻ പറ്റും. സോ ഈ ഒരു 6 വേർഡ്സും ജസ്റ്റ് ഒന്ന് നോട്ടിലോട്ട് കോപ്പി ചെയ്യാം. First one, for, that is before. Nach means after. Then Viertel means quarter. Halb means half. A morgen, it's just on in morning or AM. And Kurs, short off. Done. Okay, guys. So if anyone is not done, please say so. Okay. So ഇനി നമ്മൾ ടൈം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ഓക്കെ, സോ ഈ ഒരു സ്ക്രീന് നോക്കാം നിങ്ങൾ. നമ്മുടെ 8 o'clock, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു 8 o'clockന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഓക്കെ, സോ യാ, ഫസ്റ്റ് ആയിട്ട് 8 o'clock ഓർ 8 മണി, മലയാളത്തിൽ നമുക്ക് 8 മണി എന്ന് പറയാം. സോ ഇതിന് നമ്മൾ സെയിം നമ്മൾ ഫോർമൽ ആയിട്ട് നമ്മൾ എന്താ പഠിച്ചത്? Actual. യെസ്, ആക്ട് 1. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയാൽ അത് സെയിം ആണ്, അതിൽ ഡിഫറൻസ് ഇല്ല. ആൻഡ് നെക്സ്റ്റ് നോക്കാം 8:05, ദാറ്റ് ഇസ് 8 hours and 5 minutes. 8:05 എന്ന് നമ്മൾ പറയും. സോ ഇത് നമ്മൾ ജർമ്മനിലോട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന നോക്കിയേ, ഇറ്റ്സ് 5 nach 8. 5 nach 8. ഓക്കെ, 5 nach 8. ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 8 o'clock എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ നമ്മുടെ 8:05 എന്ന് പറയുന്ന ടൈമിൽ 8ന് ശേഷം 5 minutes ആണ് അല്ലെ. 8:05, 8 മണിക്ക് ശേഷം 5 minutes, ഓർ 8ന് nach 5 minutes. നാക്ക് എന്നുള്ളതിന്റെ മീനിങ് എന്താ നോക്കിയേ? After. യെസ്, ആഫ്റ്റർ. സോ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് 5 nach 8. 5 nach 8. 5 after 8, അതായത് 5
നമ്മുടെ 5 minutes after 8 ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ആഫ്റ്റർ 8, 5 after 8. നമ്മുടെ 8 o'clock ശേഷം 5 minutes എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റിൽ നമ്മൾ ഫിൻഫ് ആ മിനിറ്റ്സ് നമ്മൾ പറയും, എന്നിട്ട് നമ്മൾ ശേഷം ആഫ്റ്റർ എന്നുള്ളതിന്റെ നാക്ക് നമ്മൾ യൂസ് ചെയ്യും. then we use the hour, that is acht. so 8:05 it's 5 nach 8, 5 nach 8. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, Viertel nach 8. നമ്മൾ 8:15 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് Viertel nach 8. Viertel nach 8. സോ 8:15 എന്ന് പറയുന്ന ടൈമിൽ ഇവിടെയാണ് അല്ലെ, നമ്മുടെ 3യിലാണ് നമുക്കറിയാം 15 വരുന്നത്. സോ Viertelന്റെ മീനിങ് എന്താ നോക്കിയേ, നിങ്ങൾ നോട്ട് ചെയ്തത്? Quarter. യെസ്, ക്വാർട്ടർ. സോ നമ്മള് ഇവിടെ അതായത് ഈ ഒരു 3യില് അതുപോലെ ഈ ഒരു 9-ലെല്ലാം വരുന്ന ടൈമിൽ നമ്മൾ ക്വാർട്ടർ, ദാറ്റ് ഇസ് Viertel ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ അപ്പോ നമുക്കറിയാം 8-ന് ശേഷം തന്നെയാണ് നമുക്ക് ഇവിടെ 3. ഈ ഒരു 15 minutes 8-ന് നാക്ക് തന്നെയാണ് വരുന്നത്. സോ Viertel nach 8. Viertel nach 8. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് വന്നിട്ട് 8:20 ആണ്. 8:20 20 nach 8. 20 nach 8. ഇവിടെ നമുക്കറിയാം എത്ര മിനിറ്റ്സ് ആ 8-ന് ശേഷം 8:20-ലോട്ട്? യെസ്, 20 minutes. 20 minutes. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ 20 കൊടുക്കും, 20, then we use nach, then 8. So 8:20 will be 20 nach 8. Okay, 20 nach 8. 8:25 ഒന്ന് പറഞ്ഞു നോക്കിയേ, 8:25. 25 nach 8. Yes. 8:25 here, 25 nach 8. 25 nach 8. That's it. Okay. സോ ഇവിടെ എന്താ ചെയ്താൽ മതി, ഈ ഒരു 25 വരെ നിങ്ങൾ ജസ്റ്റ് ഇതിൽ വരുന്ന മിനിറ്റ്സ് എത്ര മിനിറ്റ്സ് ആണോ 8-ന് ശേഷം എത്ര മിനിറ്റ്സ് ആണോ വരുന്നത് അത് നമ്മൾ ജർമ്മനിൽ പറയാം. then we use nach, then hour, acht. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു 25 വരെ നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി വന്നിട്ട് 8:30 ആണ് വരുന്നത്. 8:30 നമ്മളിപ്പോ ഇൻഫോർമൽ ആയിട്ടാണെങ്കിലും മലയാളത്തിൽ നമ്മൾ 8:30 എന്നൊക്കെ പറയും അല്ലെ. സോ 8:30. സോ ഇതിന് നമ്മൾ പറയുന്നത് ഇവിടെ നോക്കുക, 8:30 is halb 9. halb 9 ആണ് കേട്ടോ, അല്ല ഇവിടെ വരുന്നത് halb 9. സോ ഇവിടെ halb എന്നുള്ളതിന് നിങ്ങൾ എന്താ മീനിങ് കൊടുത്തേ? Half. യെസ്. സോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഹാഫിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഹാൽബാണ്. ഓക്കെ, ആൻഡ് ഹാൽബ് അക്റ്റ് അല്ല, ഹാൽബ് 9. അതായത് 9-ലോട്ട് ഇനി ഹാഫ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു ഹാഫ് പോയി കഴിഞ്ഞാൽ നമുക്ക് 9 ആണ്. ഓക്കെ, സോ ഹാൽബ് 9 ആണ് വരുന്നത്. ഹാൽബ് അക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ 7:30 ആയിരിക്കും. സോ ഹാൽബ് 9 കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഹവർ ആണ് കേട്ടോ ഇവിടെ കൊടുക്കുക. നമ്മൾ ഹാഫ് പറയുന്ന ടൈമിൽ halb 9, halb 9, അതായത് നെക്സ്റ്റ് ഹവർ ഏതാണോ വരുന്നത് അത് കൊടുക്കും നമ്മൾ. നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്ന ടൈമിൽ 8:30 എന്നൊക്കെ പറയില്ല നമ്മൾ, 8:30 എന്നൊക്കെ പറയും. ആ ഒരു മീനിങ് ആണ് നമ്മുടെ halb 9 വരുന്നത്. പക്ഷെ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് പഠിക്കുന്ന ടൈമിൽ ഹാൽബ് എന്നുള്ളത് ഹാഫ് ആണ്, നെക്സ്റ്റ് ഹവർ വരുന്നത് 9 ആണ്. സോ നമ്മൾ halb 9 എന്നാണ് 8:30-ക്ക് നമ്മൾ പറയാം. 9:30-ക്ക് എന്തായിരിക്കും അപ്പോ? Halb 10. യെസ്, ദാറ്റ്സ് ഇറ്റ്, halb 10 ആയിരിക്കും. ഓക്കെ, ബിക്കോസ് നമ്മൾ 8:30-ക്ക് halb 9 ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ദാറ്റ്. ഓക്കെ, ഇനി വന്നിട്ട് നെക്സ്റ്റ് വന്നിട്ട് 8:35 ആണ്. 8:35. സോ നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഫസ്റ്റ് വൺ, 5 nach halb 9, 5 nach halb 9, 25 vor 9. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വൺ നോക്കാം നമുക്ക്. ഫസ്റ്റില് 5 nach halb 9, അതായത് ഇവിടെ നമുക്ക് halb 9 എന്നുള്ള ഒരു എക്സ്പ്രഷൻ വന്നിട്ടുണ്ട്, അതായത് 8:30. സോ നമ്മൾ ഇവിടെ 35-ന് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു 8:30 ആണ്. അതായത് 5 nach halb 9, 5 minutes നാക്കാണ് നമ്മുടെ halb 9. അതായത് 8:30-ന് 5 minutes-ന് ശേഷം
ഓക്കെ 5 മിനിറ്റ്സ് 8:30 കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ 5 nach 5 ശേഷം ഓക്കെ 8:30 എന്നുള്ള ടൈമിന് 5 nach ആണ് ഇവിടെ വരുന്നത്. സോ 5 nach 8:30 5 nach 8:30. ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് വന്നിട്ട് ഇപ്പൊ ഇതുവരെയും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നാക്കാണ്. അതായത് ഇതിന് ശേഷം എന്ന് പറഞ്ഞിട്ട് നാക്കാണ് യൂസ് ചെയ്തത്. നാക്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു 8 o'clockനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇനി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് 9നെയാണ്. ഈ ഹാഫ് ഇങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുക 9 ആണ്. ഓക്കെ ഈ 9നെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. ആൻഡ് നാക്ക് യൂസ് ചെയ്തതിന് പകരം 9ന് സോ ഇവിടെയുള്ള ടൈംസ് ഒക്കെയാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. 40, 45, 50, 55 എല്ലാം. സോ 9നെ നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നാക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 4 യൂസ് ചെയ്യണം. അതായത് ബിഫോർ യൂസ് ചെയ്യണം. ഓക്കെ 4 എന്നുള്ള വേർഡ് നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. സോ 4 ആണ് ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ 8:35 നോക്കിയേ 25 vor 9 25 vor 9. ഓക്കെ അതായത് 25 മിനിറ്റ്സ് ബിഫോർ 9 ഇവിടെയാണ് നമ്മുടെ 8:35 വരുന്നത്. ഇവിടെ നിന്ന് 25 മിനിറ്റ്സ് ഫോർ 9 o'clock. ഇനി നമ്മൾ 9 o'clockനെയാണ് ഈ ഒരു ഹാൽബ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ സോ 25 vor 9. ഇനി നെക്സ്റ്റ് നോക്കിയേ 8:40 ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം 20 vor 9 20 vor 9. അതായത് നെക്സ്റ്റ് നമുക്ക് 40 മിനിറ്റ്സ് ആണ് 9ലോട്ട്. സോറി 20 മിനിറ്റ്സ് ആണ് 9ലോട്ട്. 8:40 ആണ് ഇവിടെ വരുന്നത്. സോ 20 മിനിറ്റ്സ് ആണ് 9ലോട്ട്. ദെൻ നെക്സ്റ്റ് നോക്കാം 8:45 വന്നിട്ട് ഇവിടെയാണ് അല്ലെ വരിക. സോ ഇവിടെ നമ്മൾ എന്തായിരുന്നു യൂസ് ചെയ്തിരുന്നത് ക്വാർട്ടർ ആണ്. സോ ഇവിടെ നമ്മൾ ക്വാർട്ടർ ദാറ്റ് ഇസ് ഫിയർട്ടൽ തന്നെയാണ് യൂസ് ചെയ്യുക. ക്വാർട്ടർ ആണ് നമുക്ക് 9ലോട്ട് ജസ്റ്റ് ക്വാർട്ടർ ആണ് പോകാനുള്ളത്. ഓക്കെ സോ ഫിയർട്ടൽ yes ഫിയർട്ടൽ for 9. yes that's it ഫിയർട്ടൽ for 9. ഓക്കെ ആൻഡ് 55 എങ്ങനെ പറയും സോറി 50 എങ്ങനെ പറയും ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര മിനിറ്റ്സ് ആവും 10 മിനിറ്റ്സ് 9 o'clock ആവാം. yes Same for 9. yes perfect same for 9 and next 55 8:55 Film for 9. yes for 9 that's it. see same for 9 8:50 and 8:55 film for 9. okay so ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോമൽ ടൈപ്പിംഗ് നോക്കുന്ന ടൈമിൽ ഫോമൽ വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ കുറച്ച് ട്രിക്കിയാണ്. ബിക്കോസ് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് പഠിക്കണം. ഫോർ നാക്ക് ഫിയർട്ടൽ ഹാൽ അമൂഗൻ. സോ അമൂഗൻ വേണ്ട കേട്ടോ, അത് വെറുതെ കൊടുത്തിട്ടുള്ളതാണ്. ഇൻ ദ മോർണിംഗ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഹിയർ കുഡ്സ് എന്നുള്ള ഒരു വേർഡ് ഉണ്ട്. സോ ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായോ? ഇവിടെ ഇതുവരെ അതായത് ഈ ഒരു ഹാഫ് വരെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നാക്കാണ്. അതായത് 8ന് ശേഷം 8ന് നാക്കായിട്ട് വരുന്ന മിനിറ്റ്സ് ആണ്. അതുപോലെ ഹാൽബാണ് ഇവിടെ. ഈ ഹാഫിൽ എത്തിക്കഴിഞ്ഞാൽ ഹാൽബ് യൂസ് ചെയ്യുക. അതിനുശേഷം അതായത് ഹാഫിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ കൺസിഡർ ചെയ്യേണ്ടത് 9 എന്നുള്ള ഹവറിനെയാണ്. അതായത് 8ന് ശേഷം വരുന്ന ഹവറിനെയാണ്. ആൻഡ് 4 ആണ്. അതായത് ഇപ്പൊ 9നെ കൺസിഡർ ചെയ്യുന്ന ടൈമിൽ എല്ലാ ടൈമിങ്സും 4 എന്നായിട്ട് പോവും. ഓക്കെ guys Yes. വെയിറ്റ് ഞാനൊരു ടൈം പറയാം. 7:10 നിങ്ങൾ എങ്ങനെ പറയും? 7:10 yes 7:07 yes that's it. Okay, and what about 7:15? Fiyertal na. Fiyertal na. Yes.
Yes, very good. Feature not zebra. Okay. Next വന്നിട്ട് 25. 7:25 ആവുന്ന ടൈമിൽ എങ്ങനെ പറയും നിങ്ങൾ? Fund sunset. Francis. Knock 7. Yes, not zebra. Zebra. Sieben. Okay. And what about 7:30? Half 9. Half act. No, half Half ആണ്. Yes, because 7 കഴിഞ്ഞാല് പിന്നെ നമുക്ക് വരുന്നത് 8 ആണ് അല്ലേ? So half act ആണ് വരിക. Okay, fine. Then 40, അതായത് 7:40 എങ്ങനെ പറയും നിങ്ങള്? Francis. Sunset. Four act. Not knock, use 4 here. Swansish 4. Act. Yes. Then 55, 7:55. Film four act. Or at. Yes, perfect. Film 4 aft. That's it. അത്ര വരുന്നുള്ളൂ. നിങ്ങൾ നോട്ട് എഴുതുന്ന ടൈമിൽ എന്ത് ചെയ്യുക? ഇവിടെ ഒരു ക്ലോക്ക് വരക്കുക, എന്നിട്ട് ഇവിടെ വന്നിട്ട് നാക്ക് കൊടുക്കുക, ഇവിടെ 4 കൊടുക്കുക, then ഹിയർ ഹാൽവ് കൊടുക്കുക, ഇവിടെ 2 സ്ഥലങ്ങളിലും ഫിയോറ്റൽ കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഇതിന്റെ ആ ഒരു എക്സ്പ്രഷൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നിങ്ങൾ തന്നെ ഏതെങ്കിലും ഒരു ടൈമിംഗ് വെച്ചിട്ട്. ഓക്കെ. Okay, and here last word നിങ്ങൾക്ക് കാണാം കുർസ് എന്നുള്ള. കുർസ് മീൻസ് ഷോർട്ട് ഓഫ് ആണ്, അല്ല നമ്മൾ ഈ ജസ്റ്റ് ബിഫോർ എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മള് ഈ ഒരു 8:57, 58, അതായത് ഈ ഒരു 9 o'clock or 8 o'clock, 8 o'clockന് തൊട്ട് മുമ്പ് നമുക്ക് വരുന്നതാണ് 7:55 അല്ല അല്ലെ? 7:55. ഇനിയിപ്പം 8:55, 9 o'clock വരെയാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് എക്സാമ്പിൾ ആയിട്ട്. സോ അതില് നമ്മൾ ഈ ഒരു 50 ഇത് കഴിഞ്ഞതിന് ശേഷം 55 കഴിഞ്ഞതിന് ശേഷം വരില്ലേ? അതായത് ഇപ്പം നമ്മൾ ഫോർമൽ ആയിട്ട് പറയുന്ന ടൈമിൽ 8 മണി ആവാറായി എന്നൊക്കെ പറയും. അതുപോലെ 8 മണി കഴിഞ്ഞു, അതായത് ഈ ഒരു 8:02, 8:03 ഒക്കെ ആവുന്ന ടൈമിൽ നമ്മൾ 8 o'clock കഴിഞ്ഞു എന്ന് പറയും. സോ ജസ്റ്റ് ആഫ്റ്റർ, ഓക്കെ, ജസ്റ്റ് ആഫ്റ്റർ 8 ഓർ ജസ്റ്റ് ബിഫോർ 8, ഇങ്ങനെയുള്ള ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നമ്മുടെ കുർസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. കുർസ്. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് 8 o'clock നമ്മൾക്ക് അറിയാം അക്ടൂർ ആണ്. സോ ഈ ഒരു 8 o'clock ഇങ്ങനെ ആവാറാവുന്നു, അതായത് ഒരു 7:59, 7:58 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുർസ് 4 അക്ടൂർ എന്ന് പറയാം. കുർസ് 4 അക്ടൂർ, അതായത് ജസ്റ്റ് ബിഫോർ 8 o'clock. ഓക്കെ, അതുപോലെ ഈ ഒരു 18 ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതായത് ഇവിടെ 2, 3 ഇങ്ങനെയാണ്. സോ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുർസ് നാക് അക്ടൂർ എന്ന് പറയും. കുർസ് നാക് അക്ടൂർ, അതായത് ഇവിടെയാണ്, തൊട്ട് മുൻപാണ്, ആ ഒരു ഹവർ ആവാൻ കുറച്ച് മുൻപായിട്ടാണ് എന്നുണ്ടെങ്കിൽ 4 യൂസ് ചെയ്യുക, അതായത് നമ്മുടെ ബിഫോർ യൂസ് ചെയ്യുക. ആൻഡ് അത് ആ ഒരു ഹവർ കഴിഞ്ഞു, അതായത് ഒരു 1-2 minutes ഒക്കെ കഴിഞ്ഞുകൊണ്ട് പോവാന്ന് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഫോർമൽ ആയിട്ടുള്ള സ്പേസിൽ, അതായത് ഓഫീസസ് നിങ്ങളുടെ വർക്കിംഗ് സ്പേസിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോർമൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ഫോർമൽ മെത്തേഡ് യൂസ് ചെയ്യുക. ഇൻഫോർമൽ ആയിട്ടുള്ള സ്പീക്കിംഗ് വരുന്ന ടൈമിൽ ജർമ്മനിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഫിൻഫ്നാക്കാറ്റ്, അതുപോലെ ഫിയോറ്റൽനാക്കാറ്റ്, ഇങ്ങനെയുള്ള ഇൻഫോർമൽ ആയിട്ട് വരുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അധികം യൂസ് ചെയ്യേണ്ടി വരുന്നത് ഫോർമൽ തന്നെ ആയിരിക്കും കേട്ടോ. Okay. Okay. So, alles klar? Okay. Okay, guys. So, ഇത്രയാണ് നമുക്ക് ഫോർമൽ ടൈമിംഗിൽ വരുന്നത്. സോ നമ്മള് സോ ഗൈസ്, ആർക്കെങ്കിലും ഡിക്ഷണറി യൂസ് ചെയ്യുന്നതിൽ കൺഫ്യൂഷൻസ് ഉണ്ടോ സ്റ്റിൽ? ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് പോവാട്ടോ. ഉണ്ട് മാം. വൊക്കാബുലറി ഒരു PDF തന്നില്ലായിരുന്നോ? Yes. Their abend, അവന്റെ
മാം അതില് താഴെ അലസ് ഔഫ് ഹൗസ് എന്നൊക്കെ കൊടുത്തിട്ടില്ലേ? അപ്പൊ Yes. അതിന്റെ ഓരോന്നിന്റെയും കൂടെ ഡെയർ എന്ന് യൂസ് ചെയ്യണോ അതോ സെപ്പറേറ്റ് ആണോ? No. ഇവിടെ നൗൺസിന് എന്ത് കൊടുത്തിട്ടുണ്ട്? നൗൺസിന് കറക്റ്റ് ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആബഞ്ച് നോക്കിയേ, ആബഞ്ചിന് കറക്റ്റ് അവിടെ ഡെർ കൊടുത്തത് കണ്ടോ? ഓക്കെ, ആ അതുപോലെ തന്നെ നമ്മുടെ ഡയലോഗ്, ദെൻ എൻഷോൾഡിക്കും ആൻഡ് ഫ്രൗ, ഇവിടെ ഫ്രൗ, ദി ഫ്രൗ, നമ്മുടെ വിമൺ ഓർ മിസ്സസ് എന്നൊക്കെ പറയും. സോ ഇതിന് ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട നൗൺസിന് അതിൽ കറക്റ്റ് ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ ഓക്കെ. ഈ ഹൗസ് എന്നുള്ളതെല്ലാം പ്രപ്പോസിഷൻസ് ആണ്, അതായത് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാ. ഫ്രം അല്ലേ ഹൗസ് വരുന്നത്. സോ അതിനൊന്നും നമ്മൾ ആർട്ടിക്കിൾ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ശരി മാം. സോ ഗൈസ് അതിൽ നിന്ന് മാക്സിമം നിങ്ങൾ ഒരു 4 to 5 വേർഡ്സ് വെച്ച് പഠിക്കാൻ നോക്കുക കേട്ടോ. എന്നാൽ നിങ്ങളുടെ വെക്കാബുലറീസ് പെട്ടെന്ന് ഇംപ്രൂവ് ആവുന്നുണ്ടാവും. ഓക്കെ ഓക്കെ. സോ ഗൈസ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ്. സോ നമുക്കിപ്പോ സെന്റൻസ് മേക്കിംഗ് ക്ലിയർ ആണ് അല്ലെ? നിങ്ങൾക്ക് സെന്റൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അല്ലേ? ചെറിയ ചെറിയ സെന്റൻസ് ലൈക്ക് I'm making tea, അതുപോലെ we are going, they are coming, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സെന്റൻസസ് ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഒരു വേർബ് തന്നു കഴിഞ്ഞാൽ ഒരു വേർബും സബ്ജക്റ്റും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റും അല്ലെ? നമ്മൾ സബ്ജക്റ്റിന് ഏത് പൊസിഷനാ കൊടുക്കുക? ഫസ്റ്റ് പൊസിഷൻ. ഓക്കെ, ഫസ്റ്റ് ഓർ തേർഡ് നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോ കൊടുക്കുന്ന ഫസ്റ്റ് പൊസിഷൻ ആണ്. ആൻഡ് വേർബിനെ നമ്മൾ എവിടെയാ പ്ലേസ് ചെയ്യാറ്? സെക്കൻഡ് പൊസിഷൻ. യെസ്, സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യും അക്കോർഡിംഗ് ടു ദ സബ്ജക്ട്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ നമുക്ക് ആൻസേഴ്സ് അറിയാം, ദാറ്റ് മീൻസ് നമുക്ക് സെന്റൻസസ് അറിയാം. സോ ഇതിന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങൾക്ക് ഐ കം ഫ്രം ജർമ്മനി ഓർ മൈ ലൈക്ക് ഐ എം 18, ഇങ്ങനെ മൈ നെയിം ഈസ് എന്നുള്ള നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ അറിയാം. പക്ഷെ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരാൾ വാട്ട് ഈസ് യുവർ നെയിം ഓർ how old are you, which languages do you speak, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ ജർമ്മനിൽ ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഓക്കെ ഗൈസ്, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള WH ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് നമുക്കറിയാം ഇംഗ്ലീഷിൽ വാട്ട്, വിച്ച്, ഹൂ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് അറിയാം നമുക്ക്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് E1-ൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ സ്ക്രീനിലോട്ട് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ആയിട്ട് വേ ഫ്രാഗൻ. ഫ്രാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇവിടെ നിങ്ങൾക്ക് കാണാം വി എന്ന്, WIE, വി. വി മീൻസ് ഹൗ എന്നാണ് കേട്ടോ. വി ഇസ് ഹൗ. നമ്മൾ വി ഗെറ്റ്സ്, ഹൗ ആർ യു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? സോ വി ഇസ് ഹൗ ആൻഡ് was means what, then wo means word, wo is word, were means who, were is who, then woher means from where, woher means from where, then welcher means which, then varu means why. Okay, I repeat, we is how, was is what, wo is where is who, woher means from where, welcher means which, and varu means why. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതൊരു ടോപ്പിക് പഠിക്കുന്ന ടൈമിൽ നമുക്ക് അറിയാം അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വരും.
സോ ഇവിടെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഹിയർ ഫസ്റ്റ് പൊസിഷൻ ഇസ് ഫോർ വേവ് ഫ്രാഗ്. നമ്മുടെ W, അതായത് WH ക്വസ്റ്റ്യൻ വാട്ടർ, അതായത് ആ ഒരു വേർഡ് വരുന്നില്ലേ, ഇപ്പം ഇതുപോലെ വരും, വെൽഷ, ബോഹർ, വി, വർ. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സിനെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാം. നമ്മൾ സെന്റൻസസ് പഠിച്ച ടൈമിൽ ഫസ്റ്റ് പൊസിഷൻ ഫോർ സബ്ജക്റ്റിനായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് പൊസിഷൻ വേവ് ഫ്രാഗയാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് പൊസിഷൻ ഇസ് ഫോർ verb. സെക്കൻഡ് പൊസിഷൻ വേർബിനാണ്, അതായത് ആ ഒരു സെന്റൻസിൽ വരുന്ന ആക്ഷൻ എന്താണോ അതിനാണ് സെക്കൻഡ് പൊസിഷൻ കൊടുക്കുക നമ്മൾ. ആൻഡ് തേർഡ് പൊസിഷൻ ഇസ് ഫോർ സബ്ജക്ട്. ആൻഡ് തേർഡ് പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, സബ്ജക്റ്റിനെ യൂസ് ചെയ്യണം. സോ ഫസ്റ്റ് പൊസിഷൻ ഇസ് ഫോർ വേവ് ഫ്രാഗ്, second position is for verb, and third position is for subject. So ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ വരുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ സബ്ജക്റ്റിന്റെ ബേസിൽ നമ്മൾ വെർബിനെ കോൺജുഗേറ്റ് ചെയ്യണം കേട്ടോ. സബ്ജക്ട് എങ്ങനെയാണോ എന്താണോ വരുന്നത് അതിന്റെ ബേസിൽ എങ്ങനെയാണോ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നോക്കാം, നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഹിയർ വി മീൻസ് ഹൗ ആണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം വി ഹൈസ് ഡു, വി ഹൈസ് ഡു. സോ ഹൈസ്റ്റ് ഓർ ഹൈസൺ എന്നുള്ളതിന്റെ മീനിങ് എന്തായിരുന്നു? ഈ വേർബിന് നമ്മൾ എന്താ മീനിങ് പഠിച്ചത്? To be called. യെസ്, വിളിക്കപ്പെടുന്നത് എന്ന് പറയും, ഓർ ടു ബി കോൾഡ് എന്ന് പറയും നമ്മൾ. ഓക്കെ, സോ വി ഹൈസ് ഡു, വി ഹൈസ് ഡു. നമ്മുടെ ഹൈസൻ കോൺജുഗേറ്റ് ആയിട്ട് ഹൈസ്റ്റ് ആയതാണ് കേട്ടോ ഇവിടെ. അതായത് നമുക്കറിയാം ഡു വരുന്ന ടൈമിൽ ഹൈസ്റ്റ് ആയിട്ട് മാറും എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പൊസിഷൻ കൊടുത്തിട്ടുള്ളത് വേവ് ഫ്രാഗിനാണ്, സെക്കൻഡ് പൊസിഷൻ കൊടുത്തിട്ടുള്ളത് വേർബിനാണ്, തേർഡ് പൊസിഷൻ കൊടുത്തിട്ടുള്ളത് സബ്ജക്റ്റിനാണ്. And the question is we highs do. Okay, so ഇതിന്റെ മീനിങ് വരുന്നത് വി എന്നുള്ളത് നമുക്കറിയാം ഹൗ ഓർ എങ്ങനെ. ഹൈസൻ ഓർ ഹൈസ്റ്റ് എന്നുള്ളതിന്റെ മീനിങ് ടു ബി കോൾഡ് ഓർ വിളിക്കപ്പെടുന്നത്. ആൻഡ് ഡു മീൻസ് യു. സോ എങ്ങനെയാണ് നിങ്ങൾ വിളിക്കപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ what is your name എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നെയിം ചോദിക്കുന്നത് നമ്മൾ ഈ ഒരു രീതിയിലും നമുക്ക് ജർമ്മനിൽ നെയിം ചോദിക്കാം. വി ഹൈസ് ഡു, വി ഹൈസ് ഡു ഓർഡർ വി ഹൈസൻ സി. വി ഹൈസ് ഡു എന്നും ചോദിക്കാം, വി ഹൈസൻ സി എന്നും ചോദിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ വി ഹൈസൻ സി എന്നൂടെ പറയുന്നത്? യെസ്, സി ആണ് വരുന്നത്. നമ്മൾ ഫോർമൽ ആയിട്ടുള്ള യു സി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യേണ്ടത് ഹൈസൻ എന്നാണ്, ഹൈസ്റ്റ് എന്നല്ല. സോ നമുക്കിത് രണ്ട് രീതിയിൽ, ഇൻഫോർമൽ ആയിട്ട് ചെയ്യുന്ന ടൈമിൽ വി ഹൈസ് ഡു എന്ന് പറയാം, ഫോർമൽ ആയിട്ട് ചെയ്യുന്ന ടൈമിൽ വി ഹൈസൻ സി എന്നും പറയാം. സോ വി ഹൈസ് ഡു വി ഹൈസൻ സി. സോ ഇതിൽ വരുന്ന സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പൊസിഷൻ കൊടുത്തിട്ടുള്ളത് വി ഫ്രാഗിനാണ്, ആൻഡ് സെക്കൻഡ് പൊസിഷൻ ഇസ് ഫോർ verb, ആൻഡ് തേർഡ് പൊസിഷൻ ഇസ് ഫോർ സബ്ജക്ട്. ഓക്കെ, നെക്സ്റ്റ് was. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് was, വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആണ്. സോ ഇവിടെ നോക്കിയോ നിങ്ങൾ, വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് ആർ യു ഡൂയിങ്. സോ ഇതിൽ വന്നിട്ട് was mux do, was mux do. സോ ഇവിടെ വാട്ട് ആർ യു ഡൂയിങ്, ഇതിൽ നമുക്ക് അറിയാം ഇവിടെ നമ്മൾ ആർ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാണ്ടിരുന്നത്? was bis mux do oder was sind machen sie. ഇത് നമുക്ക് ഇതുപോലെ എന്തുകൊണ്ടാണ് നമ്മൾ ആറിനെ ഇവിടെ സ്കിപ്പ് ചെയ്തത്? ഇവിടെ നമ്മൾക്ക് അറിയാം സെന്റൻസ് ചെയ്ത ടൈമിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റൂൾ ആയിരുന്നു ഈസ് ആൻഡ് ആർ അതായത് വെർബിന്റെ കൂടെ വരുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈസ് ആൻഡ് ആറിനെ കട്ട് ചെയ്യണം. സോ ഇതിൽ ആറ് വരുന്നുണ്ട്. സോ ആറിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ്, സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് എന്ന് പറയുന്നത് ടു ഡു എന്നുള്ള മഖൻ ആയിരിക്കും. ഓക്കെ, മഖനെ കോൺജുഗേറ്റ് ചെയ്തതാണ്. സോ ഹിയർ was mux do,
was must do. ആറിനെ നമ്മൾ ആറും ഡൂയിങ്ങും verb ആയിട്ട് വരുന്നുണ്ട്. സോ ആറ് നമുക്ക് ഇവിടെ വേണ്ട. ആൻഡ് doing മക്കൻ. സോ was കൊടുത്തു. നെക്സ്റ്റ് സെക്കൻഡ് പൊസിഷൻ is for verb. സോ doing മക്കൻ എന്നുള്ളത് verb നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യണം. പക്ഷെ സബ്ജക്റ്റ് ഇവിടെ വന്നിട്ടുള്ളത് do ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? മക്കനെ കോൺജുഗേറ്റ് ചെയ്ത് must ആക്കി. was must do. was must do. ഇവിടെ z ആയിരുന്നെങ്കിൽ, z സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ പറയും ഇത്? നിങ്ങൾ ഒരു ഫോർമൽ ആയിട്ട് ഇത് എങ്ങനെ ചോദിക്കും? Was Mackenzie. Was Mackenzie. Yes guys, perfect. Was Mackenzie. Was Mackenzie. That's it. Okay, next okay. Where are you living? Where are you living? നമ്മൾ wo എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്ത് ചെയ്യാൻ പോവാണ്. wo means where ആണ്. Okay, so where are you living? ഇവിടെ നമുക്ക് രണ്ട് verbs വരുന്നുണ്ട്, ആറും വരുന്നുണ്ട്, ലിവിങ്ങും വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ആറിനെ നമ്മൾ യൂസ് ചെയ്യണം ഇവിടെ. ആറ് നമുക്ക് വേണം. സോ ഫസ്റ്റ് പൊസിഷൻ വേറെ കൊടുത്തു, സെക്കൻഡ് പൊസിഷൻ നമുക്ക് വോനൻ. യെസ്, വോനൻ ആയിട്ട് മാറി. ആൻഡ് വി ആഡഡ് ദ സബ്ജക്ട് ആസ് ഡു. സോ ഡു. ഇത് നമ്മുടെ ഫോർമൽ യു ഫോമിൽ പറഞ്ഞു നോക്കി. Yes, then wonen sie. Wonen sie. Okay. ഇനി നെക്സ്റ്റ് നോക്കുക. Who are you? Who are you? ഇതിൽ നമുക്ക് ആറ് യൂസ് ചെയ്യുമോ അതോ ആറിനെ നമ്മൾ സ്കിപ്പ് ചെയ്യുമോ? അത് എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആറ് യൂസ് ചെയ്തത്? ബാക്കി എല്ലാത്തിലും നമ്മൾ ആറിനെ കട്ട് ചെയ്തു, ഇവിടെ നമ്മൾ ആറിനെ യൂസ് ചെയ്തു. വൈ? വരും. വേറെ ഇവിടെ നമുക്ക് വേറെ വേർബ് വരുന്നില്ല. യെസ്, സോ ഹൂ മീൻസ് വേർ. ഹൂ എന്നുള്ളത് വേറെ കൊടുക്കും. ദെൻ ആർ എന്നുള്ളത് നമ്മൾ ബിസ്റ്റ് കൊടുത്തു. ബിസ്റ്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ദൂ യൂസ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ. സബ്ജക്റ്റ് ആയിട്ട് ദൂ യൂസ് ചെയ്തത് കൊണ്ടാണ്. ഇവിടെ നിങ്ങൾ സി എന്നുള്ള നമ്മുടെ ഫോർമൽ ആയിട്ടുള്ള ഫോം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആറായിട്ട് എന്ത് യൂസ് ചെയ്യും നിങ്ങൾ? യെസ്, നിങ്ങൾക്ക് ആ ഒരു സൈൻ ഹാബൻ ഹെൽപ്പിംഗ് വെർബ്സിന്റെ ചാർട്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ സിൻഡിന്റെ കൂടെ സിയുടെ കൂടെ യൂസ് ചെയ്യുക സിൻഡിനെയാണ്, ദൂടെ കൂടെ ആറായിട്ട് യൂസ് ചെയ്യുക ബിസ്റ്റിനെയാണ്. ഓക്കെ, സോ verb is do oder verb in sie, both are fine. Verb is do und verb in sie. Okay. Any next? Woher, from where. Here, where are you coming from? Or from where are you coming? Both of them. Okay. So here, from where are you coming? ഇതിൽ നമുക്ക് ആറ് വരുന്നുണ്ട്, അതുപോലെ കമ്മിങ് വരുന്നുണ്ട്. സോ നമുക്ക് ആറിന് വേണ്ട, നമ്മൾ common എന്നുള്ള verb യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് ആയിട്ട് from where, that is woher. Then നമ്മുടെ വെർബിനാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ do യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ const ആക്കിയിട്ട് കോൺജുഗേറ്റ് ചെയ്തു നമ്മൾ. സോ woher comes do. Woher comes do. And in formal, woher Common say. yes, woher kommen sie. Yeah, so നമ്മുടെ woher kommen sie എന്നായിട്ട് മാറും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. ഇവിടെ വിച്ച് എന്ന് കാണാം, വെൽഷെ എന്നുള്ളതാണ് വിച്ച് എന്നുള്ളത്. സോ ഇവിടെ നോക്കാം നിങ്ങൾ, വിച്ച് ലാംഗ്വേജസ് ഡു യു സ്പീക്ക്? വിച്ച് ലാംഗ്വേജസ് ഡു യു സ്പീക്ക്? സോ ഇവിടെ നിങ്ങൾ നോക്കുക, വെൽഷെ സ്പ്രാക്കൻ സ്പ്രിഷ് ദു. ഇത് വെൽഷയുടെ കൂടെ നമ്മുടെ ഒരു നൗണ്, അതായത് വിച്ച് ലാംഗ്വേജസ് എന്നുള്ളത് ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലെ. എല്ലാത്തിലും നമ്മൾ ഇതിന്റെ സ്ട്രക്ചറിൽ തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ വേർബിനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ വിച്ചില് ചെറിയൊരു എക്സെപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. വിച്ചിന്റെ കൂടെ, അതായത് ഇപ്പം വിച്ചിന്റെ കൂടെ നൗൺസ്, ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കിയേ. വിച്ചിന്റെ കൂടെ എല്ലാം നമുക്ക് നൗൺസ് വരും. മോസ്റ്റ് പ്രോബബ്ലി വിച്ചിന്റെ കൂടെ നൗൺസ് വരും. ഇപ്പം
which bag, which pen, which pencil. So whichന്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു noun വരുന്നുണ്ട് അല്ലെ? Yes. സോ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വിച്ച് ലാംഗ്വേജസ്, ഇപ്പം വിച്ച് ലാംഗ്വേജസ് എന്ന് വരുന്ന ടൈമിൽ വെൽഷ് സ്പ്രാക്കൻ എന്നിട്ടാണ് നമുക്ക് നമ്മുടെ വെർബിനെ യൂസ് ചെയ്യേണ്ടത്. സോ വിച്ചിന്റെ കൂടെ തൊട്ടടുത്തായിട്ട് ഒരു നൗണ് ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, വിച്ചിന്റെ കൂടെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വിച്ചിന്റെ കൂടെ ആ ഒരു നൗണിനെ യൂസ് ചെയ്തിട്ട് ദെൻ വെർബ് യൂസ് ചെയ്യാം കേട്ടോ. സോ ഹിയർ വെൽഷ് സ്പ്രാക്കൻ സ്പ്രിഷ് ദു, വെൽഷ് സ്പ്രാക്കൻ സ്പ്രിഷ് ദു. നമ്മുടെ സ്പ്രിഷ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്പീക്ക് ആണ്. ഈ വേർബ് ഇറഗുലർ വേർബ് ആണ് കേട്ടോ. സ്പ്രഷൻ ടു സ്പീക്ക് ആൻഡ് സ്പ്രാക്കൻ ലാംഗ്വേജസ്. ഈ രണ്ട് വേർഡ്സുമായിട്ട് ജസ്റ്റ് ഒരു എയുടെയും ഇയുടെയും ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. സ്പ്രാക്കൻ ലാംഗ്വേജസ് ആണ്. ആൻഡ് സ്പ്രഷൻ എന്നുള്ളത് ഒരു വേർബ് ആണ്. സ്പ്രഷൻ നമ്മുടെ ദൂവിൽ കോൺജുഗേറ്റ് ചെയ്ത് മാറിയിട്ടുള്ളതാണ് കേട്ടോ സ്പ്രിഷ്ട് എന്ന് പറയുന്ന വേർബ്. സോ നമ്മുടെ റിവേഴ്സോ യൂസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ നമ്മള്? ഓക്കെ, ഇല്ല അല്ലെ? ഇല്ല. Okay, wait. So, which languages do you speak? Which languages do you speak? ഇത് നമ്മള് which languages എന്നുള്ളത് ഫസ്റ്റിൽ കൊടുത്തു. ദാറ്റ് ഇസ് വെൽഷ് സ്പ്രാക്കൻ. നമ്മൾ ലാംഗ്വേജസിന് നമ്മൾ മുട്ടർ സ്പ്രാക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മദർ ടങ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് സ്പ്രാക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജസ് ആണ് എന്നുള്ളത്. സോ ആ ഒരു സ്പ്രാക്കൻ തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. വെൽഷ് സ്പ്രാക്കൻ, ദെൻ സ്പ്രിഷ് ദു. Welche Sprachen sprichst du? Oder welche Sprachen sprechen Sie? Welche Sprachen sprechen Sie? Okay. So which languages do you speak? ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് സ്പ്രിഷ്ട് എന്നുള്ളത് റെഗുലർ വേർബ് ആണ്. സ്പ്രഷന്റെ കോൺജുഗേഷൻ സ്പ്രിഷ്ട് ആണ് വരുന്നത് എന്നുള്ളത്. സോ നമുക്ക് ഒരു വേർബ്, നമുക്ക് അറിയാത്ത അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർബ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കോൺജുഗേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു വെബ്സൈറ്റ് വരുന്നുണ്ട്. സോ ഈ ഒരു പോർഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. ഇനി ലാസ്റ്റ് വൺ നോക്കുക. വാരു. വാരു മീൻസ് വൈ. Varu means why. So here, why are you coming? Why are you coming? So നമ്മൾ coming ആണ് ഇവിടെ verb ആയിട്ട് യൂസ് ചെയ്യുക. So Varu comes do. Varu comes do. Why are you coming? Varu comes to order. Varu common. Yes, Varu common. Common ആയിട്ട് വരുന്ന ടൈമിൽ എങ്ങനെയായിരിക്കും? Yes, Varu common. Yes, Varum comes to order. Varum common Z. Yeah. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സ്ട്രക്ചറും അതുപോലെ എന്താണോ സബ്ജക്ട് അതിന്റെ ബേസിൽ അതിനെ കോൺജുഗേറ്റ് ചെയ്യാനും ആണെന്ന് കേട്ടോ. അതായത് ഇപ്പം ഇതിൽ വരുന്ന സെന്റൻസിലെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ ഒരു സ്ട്രക്ചറും അതുപോലെ തന്നെ കോൺജുഗേഷനും ആണ്. കോൺജുഗേഷൻ ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇഷ്യൂ വരുന്ന ടൈമിൽ എങ്ങനെ കോൺജുഗേറ്റ് ചെയ്യണം, ഡു വരുന്ന ടൈമിൽ എങ്ങനെ കോൺജുഗേറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സ്ട്രക്ചർ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് പൊസിഷൻ വേവ് ഫ്രാഗ്, സെക്കൻഡ് പൊസിഷൻ വേർബ്, തേർഡ് പൊസിഷൻ സബ്ജക്ട്. ഇതില് വിച്ചില് ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. വിച്ച് യൂസ് ചെയ്യുന്ന ടൈമിൽ അതിന്റെ അടുത്ത് വരുന്ന നൗൺസും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. സോ ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് പറയാം. What are you making? Okay. What are you making? Makan is to make or to do. So use the verb as makan. What are you? Yes. Was must to Was order. mark is to do. Z. Yes. And next, where are you playing? Where are you playing? To play, use spielen. Oher spells. No. Oher spells to do. Was Okay. Where from where? Here, wo is where. where is where. ഏത് യൂസ് ചെയ്യും നിങ്ങള്? Was Where are you playing? was built.
Yes, wo Ah, spielt, spielt. du oder du spielen sie. Okay. Then why are you going? Why are you going? Hmm. Warum? Varum. Warum? Warum gehst du? Yes. Yes, that's it. Warum gehst du oder warum gehen sie? Gehen. Okay. ഓക്കെ സോ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇത്രയും ക്വസ്റ്റ്യൻ വേർഡ്സ് പഠിക്കുക അതായത് വി ഹൗ വാസ് വാട്ട് വേർ വെർ ഹു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് പഠിക്കുക അതുപോലെ തന്നെ ഫ്രം സോറി കോൺജുഗേഷൻ പഠിക്കുക ആൻഡ് സ്ട്രക്ചർ പഠിക്കുക ഓക്കെ ഗൈസ് നിങ്ങൾക്ക് കോൺജുഗേഷന്റെ ഹൗസ് ഓഫ് കാബ് തന്നിട്ടുണ്ടായിരുന്നോ ഇല്ല അല്ലെ ലെറ്റ് മീ ചെക്ക് ഓക്കെ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഷെയർ ചെയ്യാം അതിൽ വന്നിട്ട് കോൺജുഗേഷൻ ആണ് കേട്ടോ വരുന്നത് നമ്മുടെ വീഫ്രാഗയുടെ കോൺജുഗേഷനും ഉണ്ട് അതുപോലെ സെന്റൻസസിന്റെ കോൺജുഗേഷനും ഉണ്ട് സോ ഇത് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ വെയിറ്റ് ഐ എം ഷെയറിംഗ് It's H9 notebook, right? Yeah. Got it? Yes, sir. Okay. സോ നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട് ഇത് ചെയ്തിട്ട് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം ഓക്കെ സോ യാ ഇനി നമുക്ക് കോൺജുഗേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ റിവേഴ്സോ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നു പറഞ്ഞു സോ ഞാൻ ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം ഗ്രൂപ്പിലോട്ട് ഓക്കെ ഗൈസ് നിങ്ങൾ ഈ ലിങ്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കയറി നോക്കിയേ അതില് ലാംഗ്വേജ് ജർമ്മൻ കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് ലാംഗ്വേജ് ജർമ്മൻ ആയിട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യണ്ട അല്ല എന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് എല്ലാം വരുന്നുണ്ടെങ്കിൽ ജർമ്മൻ ആക്കിയിട്ട് മാറ്റാം ഓക്കെ അതിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ എന്നുള്ള ഒരു ടാബ് കണ്ടോ അത് എടുത്ത ടൈമില് റിവേഴ്സോ എന്നതിന് തൊട്ട് ഒരു റൈറ്റ് സൈഡിലായിട്ട് ട്രാൻസ്ലേഷൻ തൊട്ട് മുകളിൽ റിവേഴ്സോടെ തൊട്ടടുത്ത് ട്രാൻസ്ലേഷൻ ആ ഒരു ട്രാൻസ്ലേഷനിൽ ടാപ്പ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം കോണ്ടെക്സ്റ്റ് ഗ്രാമർ ചെക്ക് സിനോണിംസ് കോൺജുഗേഷൻ വൊക്കാബുലറി എന്ന് പറഞ്ഞിട്ട് സോ ഇതിൽ കോൺജുഗേഷൻ ടാപ്പ് ചെയ്യാം ജർമ്മൻ ആക്കാം കേട്ടോ ലാംഗ്വേജ് സോ ഈ ഒരു കോൺജുഗേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് അറിയുന്ന വേർബ് ഓക്കെ നമ്മുടെ ഫസ്റ്റ് വേർബ് തന്നെ ആവട്ടെ ഗെഹൻ ഗെഹൻ ടൈപ്പ് ചെയ്ത് എവിടെ ടു ഗോ നമ്മൾ ഫസ്റ്റ് പഠിച്ച വേർബാണ് ഗെഹൻ ഗെഹൻ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഗെഹന്റെ കോൺജുഗേഷൻ വരും അതായത് ഫസ്റ്റ് തന്നെ ഇൻഡിക്കാറ്റീവ് പ്രാസൻസ് വരും ദെൻ ഇൻഡിക്കാറ്റീവ് പ്രജാരിറ്റും ഇൻഡിക്കാറ്റീവ് ഫുച്ചൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോൺജുഗേഷൻസ് ഉണ്ടാവും ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് ഇൻഡിക്കാറ്റീവ് പ്രാസൻസ് ആണ് കേട്ടോ അതായത് പ്രസന്റ് ടെൻസിൽ വരുന്ന കോൺജുഗേഷൻ ആണ് ഇതിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നോക്കിയേ നമ്മൾ പഠിച്ചിട്ടുള്ള കോൺജുഗേഷൻ പോലെ തന്നെ du gehst, sie es geht, wir gehen, ihr geht und sie gehen. So ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കണ്ടോ Got it? ഓക്കെ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ ജിയ I got ma'am. ഓക്കെ ലിജി കിട്ടില്ല
Okay, wait. Ramya. ആ ഇപ്പൊ കിട്ടി. കിട്ടുന്നില്ല. Okay, Ramya. Shiba. Okay, wait. കോൺജുഗേഷൻ. ട്രാൻസ്ലേഷൻ ടാബ് കാണാം നിങ്ങൾക്ക്. അതിൽ പോയിട്ട് കോൺജുഗേഷൻ, ട്രാൻസ്ലേഷൻ വേണ്ട നമുക്ക്. അതില് ടാപ്പ് ചെയ്യുന്ന ടൈമിൽ സിനോണിംസ്, കോൺജുഗേഷൻ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവാം. അതിൽ കോൺജുഗേഷൻ നോക്കാം. കോൺജുഗേഷൻ നോക്കുന്ന ടൈമിൽ കോൺജുഗേഷനിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾക്ക് ഒരു സെർച്ച് ബട്ടൺ, സെർച്ച് ബാർ കാണാം. ആ ഒരു സെർച്ചിൽ പോയിട്ട് ഗഹൻ ഓർ വാട്ട് എവർ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു വേർബ് അവിടെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് സെർച്ച് ചെയ്ത് നോക്കി. ഓക്കെ, ലിജി ഓക്കെ ആണോ? ഓക്കെ, അത് ഇൻഫിനിറ്റീവ് പാർട്ടിസിപ്പ് അങ്ങനെ. ഓക്കെ, വെയിറ്റ്. ഫസ്റ്റ് ആയിട്ട് ഇൻഡികാറ്റീവ് പ്രയാസൻസ് എന്നല്ലേ വരുന്നത്? ഇൻഫിനിറ്റീവ് മീൻസ് അതിന്റെ ഒറിജിനൽ ഫോം ആണ്. ഓക്കെ ഗൈസ്, കൺഫ്യൂഷൻ ഉള്ളവര് നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് ജസ്റ്റ് ഒന്ന്, എവിടെയാണോ സ്റ്റക്ക് ആവുന്നത് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് പേഴ്സണലി സെൻഡ് ചെയ്യോ. ഓർ നിങ്ങൾക്ക് എവിടെയാണോ കൺഫ്യൂഷൻ വരുന്നത് ആ പേജ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യും. മാം പറഞ്ഞ ഇൻഡിക്കേറ്റീവ് പ്രസൻസ് ആണോ? ഇൻഡികാറ്റീവ് പ്രസൻസ്, അതായത് പ്രസന്റ് ടെൻസ് ആണ്. അതാണ് ഇപ്പൊ നമുക്ക് വേണ്ടത്. അതിന്റെ താഴെ പാസ്റ്റ് ടെൻസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. സോ നമുക്ക് പ്രസന്റ് ടെൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ കിട്ടി. ഗ്രൂപ്പിലോട്ട് നോക്കിയേ. ഇതിൽ വന്നിട്ട് സെക്കൻഡിൽ കണ്ടോ നിങ്ങള് ട്രാൻസ്ലേഷൻ, കോണ്ടെക്സ്റ്റ്, ഗ്രാമർ. ഇതിൽ വന്ന് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കാണാൻ നിങ്ങൾക്ക്. ഇതിലെ കോൺജുഗേഷൻ ആണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ആ ഒരു സെക്കൻഡ് പേജ് നോക്കുക, ഗഹൻ എന്നുള്ളത്. സോ ഞാൻ ജസ്റ്റ് ഗഹൻ എന്നുള്ളത് സെർച്ച് ചെയ്തിട്ടുള്ളതാണ്. സോ du gehst, wir gehen. ഓക്കെ, ഓക്കെ. അക്ഷയ് ക്ലിയർ ആണോ? അക്ഷയ്, ഷീബ, ശ്രീലത. Okay, wait. Who sent me this? Ramya. Ramya, could you please change the language? It's French. Please change the language as German. അവിടെ ഒരു ഫ്ലാഗ് കണ്ടോ? അതായത് ഫ്ലാഗ്, ചെറിയ ഫ്ലാഗ്. അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കിയാൽ അതിൽ ജർമ്മൻ ഉണ്ടോ? ക്ലാർ, ആർക്കെങ്കിലും അവൈലബിൾ ആവാത്തവരുണ്ടോ? ഷീബ, is that okay? കിട്ടി മാം. അക്ഷയ്, ശ്രീലത. Akshay, please unmute. Srilata. Okay. So, ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു വേർബിന്റെ കോൺജുഗേഷൻ ഈ ഒരു റിവേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പാസ്റ്റ് ഒന്നും കവർ ചെയ്തിട്ടില്ല. സോ ഇതിൽ ഇൻഡികാറ്റീവ് പ്രസൻസ് എന്ന് പറയുന്നത് മാത്രം ഫോളോ ചെയ്യുക. അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇനിയിപ്പം ഇറഗുലർ, നിങ്ങൾ എസ് എൻ ടൈപ്പ് സെർച്ച് ചെയ്ത് നോക്കിയേ. എസ് എൻ മീൻസ് ടു ഈറ്റ്, നമ്മൾ കഴിക്കുക എന്നുള്ളതിന് പറയുന്ന വേർബാണ് എസ് എൻ. സോ എസ് എൻ നമുക്ക് ഇറഗുലർ വേർബാണ്. സോ എസ് എന്റെ കോൺജുഗേഷൻ വരുന്നത് നോക്കിയേ. എസ് എന്റെ കോൺജുഗേഷൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഷെയർ ചെയ്ത് തരാം. എസ് എൻ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർബാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് തന്നെ ഒരുപാട് യൂസ് വരുന്ന വേർബാണ്. സോ എസ് എൻ ഡു വരുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം ഇസ്റ്റ് ആണെന്ന് വരുന്നത്. ഓക്കെ, വെയിറ്റ്, ലെറ്റ് മീ ഷെയർ. സോ ഈ ഒരു റിവേഴ്സോ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയേ സെയിം തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ എസ് എന്റെ കോൺജുഗേഷൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ എസ് എൻ മീൻസ് ടു ഈറ്റ്, എസ് എൻ ടൈപ്പ് ചെയ്തിട്ട് അതിന്റെ കോൺജുഗേഷൻ നോക്കുക ഇൻഡികാറ്റീവ് പ്രസൻസിൽ. സോ ഇഷ് എസ്, ദു എസ്റ്റ്, sie es ist, essen, ihr esst, sie essen. ഓക്കെ, ഇത് ഇറഗുലർ ആണ് വരുന്നത്. സോ ഇറഗുലർ വേർബ്സ് എല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത വേർബ്സ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതില് ട്രാൻസ്ലേഷൻ എന്നുള്ള ഒരു ടാബ് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണ്ട കേട്ടോ, നിങ്ങൾ അത് യൂസ് ചെയ്യരുത്.
എന്തെങ്കിലും വേർഡ്സ് ഓർ തിങ്സ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അതായത് നിങ്ങൾക്ക് മീനിങ് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുക dig.cc മാത്രം യൂസ് ചെയ്യുക, ട്രാൻസ്ലേറ്റർ നിങ്ങൾ യൂസ് ചെയ്യരുത്. ബിക്കോസ് നമുക്ക് അറിയാത്തതായിട്ട് ഒരുപാട് ഗ്രാമാറ്റിക് പോർഷൻസ് ഇപ്പൊ ഉണ്ട്. അപ്പൊ ഒരു ട്രാൻസ്ലേറ്ററിൽ നിങ്ങൾ ഒരു സെന്റൻസ് ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു ഫോമാറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെ വന്നു എന്നുള്ളൊരു ഡൗട്ട് വരും. ഓക്കെ, അപ്പം സ്റ്റിൽ ആ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ചെയ്യാനും സംസാരിക്കാനും ഒക്കെയുള്ള ഇത് അവിടെ കുറഞ്ഞു വരും. സോ ഇപ്പൊ നിങ്ങൾ ട്രാൻസ്ലേറ്റർ മാക്സിമം ഒഴിവാക്കുക. ട്രാൻസ്ലേറ്റർ വേണ്ട, നമുക്ക് ഡിക്ഷണറി മതി. ഡിക്ഷണറിയിൽ വരുന്ന വേർഡ്സ് വെച്ച് നമുക്ക് ഗ്രാമാറ്റിക് റൂൾസും അതുപോലെ തന്നെ സ്ട്രക്ചേഴ്സും ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. സോ നമുക്ക് ട്രാൻസ്ലേറ്ററുടെ ആവശ്യമില്ല, നമുക്ക് ഡിക്ഷണറി ഉണ്ട്. ഈ ഒരു dig.cc നിങ്ങൾ ഏതൊരു വേർഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് dig.cc കിട്ടും. ഓക്കെ, സോ മാക്സിമം ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യാണ്ടിരിക്കുക, മാക്സിമം എന്നല്ല യൂസ് ചെയ്യേ വേണ്ടത്. ഓക്കെ, സോ അലസ് ക്ലാർ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ടൈം, ഇൻഫോർമൽ ടൈം ആണ്, അതുപോലെ തന്നെ വേവ് ഫ്രാഗൻ ആൻഡ് നമ്മൾ റിവേഴ്സവും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതില്? Guys, Alice Clark. Clear. It's clear now. Okay, still we have time, but നമുക്ക് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് യാനൈൻ ഫ്രാഗയാണ്, but it's already okay guys, നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. We don't have to discuss a new topic. ഓക്കെ ഗൈസ്, സോ ഈ ഒരു സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഫോർസ്റ്റലൻ ഡിസ്കസ് ചെയ്തിരുന്നു, ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്ത ടൈമിൽ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് പഠിച്ചത്. അതായത് മൈ നെയിം ഇസ്, മൈ ഏജ്, മൈ പ്രൊഫഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ജസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമുക്ക് ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങളുടെ നെയിം ചോദിക്കുകയാണ്. സോ ഇത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. സോ സോ ഇവിടെ നോക്കുക, വി ഹൈസൻ സി ഓർ വി ഇസ്റ്റ് ഇയർ നാമ. വി ഇസ്റ്റ് ഇയർ നാമ. വി ഹൈസൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ക്വസ്റ്റ്യൻസ് പഠിച്ചു. സോ വി ഹൈസൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മള് എങ്ങനെയാണ് വിളിക്കുന്നത്? യെസ്. സോ അപ്പൊ നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യാം, നിങ്ങളുടെ നെയിം നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇഷ് ഹൈസ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മൾ നെയിം പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. സോ അതുപോലെ നമുക്ക് പറയാം. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം വി ഇസ്റ്റ് ഇയർ നാമെ. വി ഇസ്റ്റ് ഇയർ നാമെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ നെയിം എന്നാട്ടോ. വാട്ട് ഈസ് യുവർ നെയിം? വി ഇസ്റ്റ് ഇയർ നാമെ. സോ മൈ നാമ ഇസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാം. ആൻഡ് നെക്സ്റ്റ് നോക്കുക, വി ആൾട്ട് സിൻ സി. വി ആൾട്ട് സിൻ സി. ഓർഡർ വി ആൾട്ട് ബിസ് ടു. ഹൗ ഓൾഡ് ആർ യു? യെസ്. സോ എഷ് ബിൻ 19 Jahre alt. നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഏജ് അത് നിങ്ങൾക്ക് പറയാം. അതുപോലെ ഇവിടെ നോക്കിയേ, വോ വോനൻ സി, വോ വോൺസ് ടു, വേർ ആർ യു ലിവിംഗ് എന്നുള്ളതാണ് വരുന്നത്. എഷ് വോനൈൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. അതുപോലെ വൊഹ കോമൻ സി, വൊഹ കോംസ് ടു. എഷ് കോമൻ ഔസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നു. സോ ഫ്രം വേർ ആർ യു കമ്മിങ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, വെൽഷെ സ്പ്രാക്കൻ സ്പ്രഷൻ സി ഓർ വെൽഷെ സ്പ്രാക്കൻ സ്പ്രിഷ് ദു. ഇഷ് സ്പ്രഷ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ വന്നിട്ട് വി ഇസ് ഇയർ ടെലിഫോൺ നമ്പർ, അതായത് വാട്ട് ഇസ് യുവർ ടെലിഫോൺ നമ്പർ, ഹൗ ഇസ് യുവർ ടെലിഫോൺ നമ്പർ എന്നാട്ടോ. എങ്ങനെയാണ് ടെലിഫോൺ നമ്പർ? സോ നിങ്ങൾക്ക് അതും നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് വി ഇസ് യുവർ ഇയർ ടെലിഫോൺ നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആൻസർ ചെയ്യാം.
മൈന ടെലിഫോൺ നമ്പർ എസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് സെയിം തന്നെയാണ് വി ഇസ് ഇയർ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുകയാണ്. മൈന ഇമെയിൽ അഡ്രസ്സ് എസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ആൻഡ് was sind Sie von Beruf? Was bist du von Beruf? അതായത് പ്രൊഫഷൻ ചോദിക്കുകയാണ് കേട്ടോ ഇവിടെ. What are you by profession? Was sind Sie von Beruf? What are you by profession? Oder was bist du von Beruf? അപ്പൊ നിങ്ങൾ പ്രൊഫഷൻ ഇപ്പം നിങ്ങൾ നഴ്സുമാരാണ് ഓർ വാട്ട് എവർ ടീച്ചേഴ്സ് ആണ്. സോ ലൈക്ക് ich bin Krankenschwester von Beruf. Ich bin Lehrerin von Beruf. അവിടെ നിങ്ങൾ പഠിക്കുന്നവരാണ്, സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ ich bin Student oder ich bin Studentin എന്ന് പറയാം. യാ, സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസും അറിയാം, അതുപോലെ ആൻസേഴ്സും അറിയാം. ഓക്കെ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ നിങ്ങൾ ഇപ്പോ സ്പ്രഷൻ എക്സാംസിനൊക്കെ, നമ്മുടെ ജർമ്മൻ സ്പ്രഷൻ എക്സാംസിനൊക്കെ ഈ ഒരു ഫോർസ്റ്റലൻ എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം A1-ലൊക്കെ നമുക്ക് നോർമലി സ്പീക്കിംഗിൽ കാണാൻ പറ്റുന്നതാണ്. ലൈക്ക് welche Sprachen sprechen Sie, woher kommen Sie, wo wohnen Sie, wie alt sind Sie, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ നിങ്ങൾക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റണം. ഇത് എന്റെ ഏജ് ചോദിക്കുന്നതാണ്, ഇത് ലാംഗ്വേജസ് ചോദിക്കുന്നതാണ്, ഇത് നെയിം ചോദിക്കുന്നതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ ഗൈസ്, ക്ലിയർ? ഓക്കെ, ഞാൻ ചോദിക്കാം. വെയിറ്റ്. യെസ്, ജിയ. Yes, ma'am. Gia, wie alt sind Sie? Ich bin 32 Jahre alt. Okay, und woher kommen Sie? Ich komme aus Indien. Not ich kommen, use ich komme. Okay, ich komme എന്ന് മാത്രം മതി ട്ടോ. നമുക്ക് ഇഷിന്റെ കൂടെ we use komme, not common. Okay, is that good? Next, Ligi. Yes, Ligi, welche Sprachen sprechen Sie? Ich spreche Englisch und Deutsch. Yes, English und Deutsch. Deutsch, ein bisschen Deutsch oder? Ein bisschen Deutsch. ഓക്കെ, നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരു ലാംഗ്വേജ് ആണെങ്കിൽ ഏതൊരു ടൈമിലും ein bisschen യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, sehr gut. Und woher kommen Sie? Ich komme aus Indien. Yes. Next, Shiba. Yes. Shiba, wie alt sind Sie? Ich bin 40 Jahre alt. Okay, wie heißen Sie? Ich bin Shiba. Okay. Next, Ramya. Yes, ma'am. Okay, Ramya, welche Sprachen sprechen Sie? Ich spreche Englisch und ein bisschen Deutsch. Okay. Wie alt sind Sie? Ich bin 39 Jahre alt. Okay. Okay, sehr gut. Anyone else start? Shiba. Yes, ma'am. ഷീബ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞായിരുന്നു. ഓക്കെ ഓക്കെ ഗൈസ്, സോ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യുക എന്നുള്ളത് ക്ലിയർ ആണോ? Yes, clear. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ടൈം, അതുപോലെ തന്നെ ബീഫ്രാഗൻ und ja. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? റിവേഴ്സോ? ഓക്കെ, സോ ഹോംവർക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് PDF ആയിട്ട്. സോ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ? Okay. Clear.
ma'am. Okay, guys, that's all for today. Yeah, choose, Miss Bal. Auf Danke. Wiedersehen. It is then. Danke. Yeah, yeah, Thank you. yeah.